ഹലോ. ഇത് ഞങ്ങൾ വർക്കിന് വരുന്ന എല്ലാ പിള്ളേരോടും കൂടിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. എപ്പോഴും വർക്കല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ ഇടയിൽ ഇടയ്ക്ക് പിന്നെ ഒഴിവുകളൊന്നും അനന്തരമാക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാർ വിടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു കാർന്നവരുണ്ട്. അപ്പോൾ കാർന്നവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിലോട്ട് പോകാനേ. ഈ വയസ്സ് മൂത്ത കാർന്നവരൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഇൻവിറ്റേഷനൊക്കെ വേണ്ട, നമ്മൾ പ്രത്യേകം വീട്ടിൽ ചെന്ന് വിളിക്കേണ്ടി വരും. അന്നേരമൊക്കെ പുറത്തേക്ക് വരുള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ താരം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കാർന്നവരുടെ വീട്ടിലെത്തി. കാർന്നവരെ വീട്ടിൽ നിന്ന് വിടില്ല എന്നുള്ള കാർന്നവരുടെ ഭാര്യയും പിന്നെ കാർന്നവരുടെ മക്കളും കട്ടയ്ക്ക് നിൽക്കായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ഒരേപോലെ നിന്ന് കാർന്നവരെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്തായാലും പോയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങളുടെ സമ്മതത്തിനൊക്കെ ഒഴങ്ങി അവർ പുള്ളിനെ വിടാൻ തീരുമാനിച്ചു. ഇത് ഞങ്ങളുടെ കൂട്ടത്തിലെ അണ്ണൻ, പെരിയ അണ്ണൻ. കണ്ടു കഴിഞ്ഞാൽ വലിയ മനുഷ്യരും കാര്യങ്ങളൊക്കെയാണ്. ഒരു 6 അടി സൈസും പുള്ളിയുടെ കയ്യൻ്റെ കാലിൻ്റെ അത്ര വണ്ണത്തിലുണ്ട്. അത്ര വലുപ്പത്തിലുള്ള അണ്ണനാണെങ്കിലും സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. യാത്രക്കിടയിൽ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ പുലർച്ചെ തമിഴ്നാട്ടിലെ ഏതൊരു കടയിൽ ഭക്ഷണം കഴിക്കാൻ ചായക്ക് സ്നാക്സൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്നു. അങ്ങനെ ഞങ്ങളവിടെ മൂന്നാറിൻ്റെ തുടക്കത്തിലെത്തി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കാണാൻ പോയെന്ന് വെച്ചാൽ ഇത് പോകുന്ന വഴിയിൽ ചെറിയൊരു വെള്ളച്ചാട്ടമായിരുന്നു. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടം കണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ സൺറൈസ് കാണാനായിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ട് കാണാൻ പോയി. സൺറൈസിൻ്റെ സമയത്ത് എത്താറുള്ളൂ. പക്ഷേ ഇത്തവണ ഞങ്ങളത് മാറ്റിക്കുറിച്ച് ഞങ്ങൾ കറക്റ്റ് സമയത്തിന് നേരത്തെ 1.5 മണിക്കൂർ മുന്നേ എത്തി. അങ്ങനെ നല്ല അടിപൊളി സൺറൈസ് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളങ്ങനെ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഭംഗിയായിട്ട് കിടന്നുപോയി.